കൂട്ടുകാരേ 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 la 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 കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ മരുന്നില്ല മയക്കുമരുന്നിൽ മരുന്നില്ലെന്നാൽ മരണത്തിൻ്റെ മണമാണ് മയക്കുമരുന്നിൽ മരുന്നില്ലെന്നാൽ മരണത്തിൻ്റെ മണമാണ് ലാല 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 കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ കൊതിയില്ല കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ കൊതിയില്ല മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ് മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി ഒരു വലിയ മനുഷ്യന്റെ പി.എൻ. പണിക്കരുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി.എൻ. പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 കേരള ഗവൺമെന്റ് വായന ദിനമായി ആചരിക്കുന്നതാണ് വായന ദിനം ആചരിക്കാൻ തുടങ്ങിയത്. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ വായനയുടെ പ്രസക്തി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത. വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളരും. തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ലഹരി മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഓക്കെ, നല്ല ഹാപ്പിയാണ് എല്ലാവരും അല്ലേ? സന്തോഷം. ദുഃഖമുള്ളവരാരെങ്കിലും ഉണ്ടോ? സങ്കടമുള്ളവരാരുണ്ടോ? ആരെങ്കിലും ഇല്ല. മഴയുള്ളവരോട് നമുക്ക് ചൂടിന്റെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കുന്നു. എന്തൊക്കെയാ ഏറ്റവും ആദ്യം നടത്തിയ ദിനാചരണം ഏതായിരുന്നു? പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടിനെ നമ്മെ തന്നെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാണവായു കിട്ടാതെ പോകും. ഓക്സിജൻ ലഭ്യമാകാതെ വരും. എന്ത് തരും? എന്താ തരും? ഓക്സിജൻ തരും. ആ ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഒരു മരം വെട്ടിയാൽ 10 മരമെങ്കിലും നടണമെന്നാണ് പറയുക. വലിയ അതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റും കുറയും. കാരണം വളരുന്നില്ല, ചിന്തിക്കുന്നില്ല. ഫോൺ നോക്കിങ്ങനെ കണ്ടു മാത്രം പ്രവർത്തിക്കുന്നുള്ള കണ്ണിന്റെ പവർ നഷ്ടപ്പെടും. അല്ലാണ്ട് നമുക്ക് ചിന്തിക്കാനോ ഒന്നും ഒരു അവസരമില്ല. പക്ഷെ ഒരു 10 മിനിറ്റ് കൂടുതൽ ആരും തന്നെ ഫോൺ നോക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഇപ്പോഴുള്ള കുട്ടി പുസ്തകങ്ങളൊക്കെ വായിക്കണം. അത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിലേക്ക് പോകുകയും നമുക്ക് വിവരവും
പഠിത്തത്തിലൂടെ മാത്രമല്ല വിവരങ്ങൾ അല്ലേ? അറിവ് വേണം, തിരിച്ചറിവ് വേണം. പത്രമാധ്യമങ്ങളിലൂടെ അല്ലേ? നിങ്ങളെ പത്രം മൊത്തം വലിച്ചു പറഞ്ഞ് വായിക്കണമെന്നൊന്നും ടീച്ചർ പറയില്ല. അതിന്റെ മെയിൻ ഹെഡിങ്സെങ്കിലും വായിക്കുക. അപ്പൊ നമുക്ക് ലോകജ്ഞാനം കിട്ടും, തിരിച്ചറിവ് കിട്ടും. നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരുടെ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാകും. മറ്റുള്ളവർ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമുക്ക് അറിവും തിരിച്ചറിവും ലഭിക്കും വായനയിലൂടെ. അപ്പൊ ഇന്ന് കുഞ്ഞു വായനയുടെ ഉദാഹരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കൊച്ചു പുസ്തകങ്ങളൊക്കെ വായിക്കണം. വളരെ നല്ല കാര്യം. നിങ്ങളെ അധ്യാപകർ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. എന്താണ് ഇന്നത്തെ ദിനാചരണം? ലോക ലഹരി വിരുദ്ധ ദിനം. എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നത്? ലഹരി. എന്താണ് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ലഹരി എന്താ? മദ്യവും മയക്കുമരുന്ന് മാത്രമുള്ളൂ ലഹരി. നിങ്ങൾക്കുണ്ടൊരു ലഹരി. എന്താ നിങ്ങളുടെ ലഹരി? നിങ്ങളിൽ ഒരു ലഹരി എന്താ? അതായത് നമ്മളെ അടിമപ്പെടുത്തുന്ന എന്തും ലഹരിയാണ്. ഇപ്പോഴത്തെ ലഹരിയാണ് ഫോൺ അല്ലേ? വീട്ടിൽ ചെന്ന ഫോൺ നോക്കി എനിക്ക് ആദ്യം പ്രയാസമല്ലേ? ഇല്ലേ? ഒരു ദിവസം ഫോൺ നോക്കാതിരിക്കോ ആരെങ്കിലും? എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുറച്ച് നേരം നോക്കും അല്ലേ? അപ്പൊ കുറച്ച് നേരം നോക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ അത് നിങ്ങളെ അടിമപ്പെടുത്തി കളയും. അത് ലഹരിയായിട്ട് മാറും. അതുപോലെ കുടുംബ ബന്ധങ്ങളെ തകർക്കും, സമൂഹ ബന്ധങ്ങളെ തകർക്കും. ഉച്ചപക്ഷ പദ്ധതി ഇത്ര നാൾ നമ്മള് അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. നമ്മുടെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന മഹാവിപത്താണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ലഹരി മരുന്നിനോടുള്ള അടിമത്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. സമൂഹത്തിലെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സ്ഥിരതയും അത് നശിപ്പിക്കുന്നു. തുടക്കത്തിൽ രസത്തിൽ ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സർവ്വവർണ്ണങ്ങളെയുമാണ്. ഇന്ന് ജൂൺ 20 മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വ്യാപാരത്തിനും എതിരാണ് ഈ ദിനം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത്. ലഹരി ഉപയോഗത്തിനെതിരെ നടപടിയെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവാക്കളിൽ മാത്രമല്ല കുട്ടികളിലും ഇന്ന് ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. പല പ്രതിഷേധ സമരങ്ങളും ലഹരിക്കെതിരെ നടക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു എന്നതാണ് സത്യം. ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് കുട്ടികളായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. Yes, and we are excited to share a special message with you all. Did you know that the reading can be powerful way to stay away from addiction? That's right. When we read, we open ourselves up to new words, ideas, and perspectives. It's like a journey of discovery. കൂട്ടുകാരേ 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 la 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 la
മയക്കുമരുന്നിൽ മരുന്നില്ല. കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ മരുന്നില്ല. ഒഴിവാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ. Stop drugs. കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ കൊതിയില്ല. കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ കൊതിയില്ല. മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ്. മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ്. ലഹരിക്കെണികളിൽ കൂട്ടില്ല, കുതികാൽ വെട്ടും കൂട്ടാണ്. മാരക ലഹരി പൊതികളിലെല്ലാം നരകപിശാചിൻ ചിരിയാണ്. കൊതി പകരും ചെങ്ങാതികൾ പലരും ചതിയുടെ വ്യാപാരികളാണ്. സമാനമുള്ളവരെ ഇനിയും അത് വീണ്ടും വീണ്ടും ഇനി കിട്ടാനായിട്ടും കിട്ടാത്തവര് ഇനി മത്സരങ്ങൾ നടത്തുമ്പോൾ അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. ഇന്നത്തെ എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിരുന്നു. അപ്പം ഇന്ന് അവതരിപ്പിച്ച എല്ലാവർക്കും, ഇത് ആസ്വദിച്ചവർക്കും അതുപോലെ നിങ്ങളെ പരിശീലിപ്പിച്ചവർക്കും എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ. ഓക്കെ, ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി സന്തോഷത്തോടുകൂടി ആകാംക്ഷയോടുകൂടി നമ്മുടെ എല്ലാ പരിപാടികളും ആസ്വദിച്ചു. രുചി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കലൈ പുസ്തകം എന്ന പ്രോജക്റ്റ് ഈ വർഷവും കഴിഞ്ഞ വർഷം മേഡമാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി നല്ലൊരു സന്ദേശം, നല്ല ലഹരി വിരുദ്ധ ദിന സന്ദേശവും വായനാ ദിന സന്ദേശവും അത് രുചി പദ്ധതിയെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു, പറഞ്ഞു തന്നു. സ്നേഹത്തോടെ ഞങ്ങളോടൊപ്പമായിരുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കടന്നു വന്ന മേഡത്തിന് എല്ലാവരുടെയും പേരില് നല്ല സ്നേഹത്തോടെ മയക്കുമരുന്നിൽ കൊതിയില്ല. കൂട്ടുകാരേ കൂട്ടുകാരേ മയക്കുമരുന്നിൽ കൊതിയില്ല. മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ്. മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ്. അറിവതു ലഹരി, വിജയം ലഹരി, ഗുരുപാദങ്ങളിൽ സ്തുതി ലഹരി, കലയിൽ ലഹരി, കായിക ലഹരി, ജീവിത വിജയമതെൻ ലഹരി. മാന്യത ലഹരി, മാതൃക ലഹരി, മാനവ
La 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 la. La 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 la. La 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 la.